ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 32-ാം വാക്യം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? 15 വയസ്സുള്ള ഒരു ബാലനായിരിക്കുമ്പോൾ ഒരു വീഴ്ച മൂലം നട്ടെല്ലൊടിഞ്ഞു പോയതിനാൽ 40 വർഷത്തോളം ശയ്യാവലംബനായി കഴിഞ്ഞുകൂടേണ്ടി വന്ന ഒരാളിനെ പറ്റി സൺഡേ സ്കൂൾ ടൈംസ് എന്ന മാസികയിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. വളരെ പ്രയാസപ്പെട്ടെങ്കിലേ അനങ്ങുവാൻ പോലും അദ്ദേഹത്തിന് സാധ്യമായിരുന്നുള്ളൂ. കഠോരമായ വേദന അനുഭവിക്കാതെ അദ്ദേഹത്തിന് ഒരു ദിവസം പോലും തള്ളി നീക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ തൻ്റെ സകല ആവശ്യങ്ങൾക്കും ദൈവകൃപ മതിയെന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരുന്ന ഒരു ഉത്തമ ക്രിസ്ത്യാനിയായിരുന്നു ആ ഭക്തനായ മനുഷ്യൻ. സദാ പ്രസന്നമായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രകൃതവും തനിക്ക് കർത്താവിനോടുണ്ടായിരുന്ന അതിയായ സ്നേഹവും അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തതിനാൽ അവരെല്ലാം അദ്ദേഹത്തെ സന്ദർശിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു സ്നേഹിതൻ ചോദിച്ചു, ദൈവസ്നേഹത്തെക്കുറിച്ച് സംശയിക്കുന്നതിന് സാത്താൻ തങ്ങളെ പരീക്ഷിക്കാറുണ്ട്? തീർച്ചയായും ഉണ്ട്, അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് ഞാൻ ഈ കിടപ്പ് കിടന്നുകൊണ്ട് എൻ്റെ പഴയ സഹപാഠികൾ അവരുടെ കാറുകളിൽ കയറി നടക്കുന്നതും കുടുംബാംഗങ്ങളുമൊത്ത് സന്തോഷിക്കുന്നതും കാണുമ്പോൾ ദൈവത്തിൻ്റെ വഴികളെ ചോദ്യം ചെയ്യാൻ അവൻ എന്നെ പ്രേരിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ സാത്താൻ എൻ്റെ ചെവിയിൽ മന്ത്രിക്കും, ദൈവം ഇത്ര നല്ലവനെങ്കിൽ എന്തുകൊണ്ട് നിൻ്റെ നടുവൊടിച്ചു, നിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു? സാത്താൻ അസംതൃപ്തിയുടെ ഈ വിത്ത് വിതയ്ക്കുമ്പോൾ താങ്കൾ എന്ത് ചെയ്യും എന്ന് സ്നേഹിതൻ തുടർന്ന് ചോദിച്ചപ്പോൾ അവനെ നേരിടുന്നതിന് പറ്റിയ ഒരു മാർഗം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ശക്തനായ വിശ്വാസവീരൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ കാൽവറിയിലേക്ക് ചൂണ്ടി എൻ്റെ പ്രിയ രക്ഷകൻ്റെ മുറിവുകളെല്ലാം അവനെ കാണിക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും, അതാ നോക്കൂ, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ലേ? അതിനുത്തരം പറയുവാൻ കഴിവില്ലാത്തതിനാൽ അവൻ ഓടി ഒളിക്കും. കിടക്ക വിട്ട് എഴുന്നേൽക്കാൻ പോലും കഴിവില്ലാതിരുന്ന ആ ദൈവദാസൻ്റെ ഹൃദയം സകല ഭയങ്ങളെയും ശമിപ്പിക്കുന്ന വിശ്വാസം കൊണ്ട് നിറഞ്ഞിരുന്നു. തന്നെ രക്ഷിപ്പാനായി ഏകജാതനായ സ്വന്തം പുത്രനെ നൽകിയ ദൈവം അനാവശ്യമായി തന്നെ വേദനിപ്പിക്കാറില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ക്രിസ്തുവിനെ കാൽവറിയിലേക്ക് അയച്ചതായ ആ സ്നേഹം തനിക്ക് നേരിടുന്ന എല്ലാ ജീവിത പ്രശ്നങ്ങളിലും തൻ്റെ നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുദിനം നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ, മാനസികവും ശാരീരികവുമായ വേദനകൾ, ഒറ്റപ്പെടുത്തലുകൾ, അപവാദങ്ങൾ, ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ എൻ്റെ ദൈവം എനിക്ക് മതിയായവനെന്ന് പറയുവാൻ തക്കവണ്ണം ഇന്നത്തെ പ്രഭാതത്തിലെ വചനധ്യാനം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകി തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി സകലവും വിട്ടുതന്ന ദൈവസ്നേഹത്തിൻ്റെ മഹത്വത്തെ ഒരിക്കൽ കൂടെ ചിന്തിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി നന്ദി. ഈ ലോകത്തിൻ്റെ യാതൊരു ശക്തിയും ഞങ്ങളുടെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കുവാൻ അനുവദിക്കരുത്. സകലവും ഞങ്ങൾക്ക് നന്മയ്ക്കായി ചെയ്യുന്ന കർത്താവിൻ്റെ മനസ്സിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.